നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തെ ഞെട്ടിച്ച ഏറെ ദുരൂഹതകൾ നിറഞ്ഞ ഭാസ്കര കാരണവർ കൊലക്കേസാണ്. 2009 നവംബർ 8 ആലപ്പുഴയിലെ ചെറിയനാടുള്ള കാരണവർ വില്ല എന്ന വലിയ ബംഗ്ലാവ്. ആ വീടിന്റെ ഐശ്വര്യമായിരുന്ന കാരണവർ സ്വന്തം കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ. ഒറ്റനോട്ടത്തിൽ അതൊരു മോഷണ ശ്രമത്തിനിടെ നടന്ന കൊലപാതകമായി തോന്നാം. മുറിയിലാകെ മുളകുപൊടി വിതറിയിരിക്കുന്നു. ചില വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാൽ പോലീസിനെ കുഴച്ചത് ഒരൊറ്റ ചോദ്യമായിരുന്നു. പുറത്തുനിന്നുള്ള എല്ലാ വാതിലുകളും ജനലുകളും അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. അപ്പോൾ കൊലയാളി എങ്ങനെ അകത്ത് കടന്നു? എങ്ങനെ പുറത്തുപോയി? ചെങ്ങന്നൂർ CI ജ്യോതികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത്. ആദ്യ ദിവസങ്ങളിൽ അന്വേഷണം വഴിമുട്ടി. വീടിന്റെ ഒരു വാതിലും പൊളിച്ചതായി കണ്ടെത്തിയില്ല. വീട്ടിലെ പട്ടികൾ കുരച്ചിട്ടില്ല. ഒരു തുമ്പുമില്ലാതെ പോലീസ് വലയുമ്പോഴാണ് ആ വീട്ടിലെ മരുമകളായ ഷെറിൻ പോലീസിനൊരു സഹായം ചെയ്യുന്നത്. മുകളിലത്തെ നിലയിൽ അഴികളില്ലാത്തൊരു സ്ലൈഡിംഗ് ജനലുണ്ടെന്നും അതുവഴി കള്ളന് കയറാമെന്നുമായിരുന്നു ഷെറിന്റെ മൊഴി. അതൊരു നിർണായകമായ വഴിത്തിരിവായിരുന്നു. പക്ഷേ പോലീസ് പ്രതീക്ഷിച്ച രീതിയിലായിരുന്നില്ല. ഫോറൻസിക് സംഘം ആ ജനലിന്റെ അടുത്തുള്ള ഏണി പരിശോധിച്ചപ്പോൾ ആ ഏണി മാസങ്ങളായി അനക്കിയിട്ടില്ലെന്ന് കണ്ടെത്തി. അതോടെ പോലീസിന് ഒരു കാര്യം ഉറപ്പായി: ഷെറിൻ അന്വേഷണം വഴിതെറ്റിക്കാൻ ശ്രമിക്കുകയാണ്. എന്തിനായിരുന്നു അത്? അവിടെ നിന്നാണ് പോലീസ് ഷെറിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങുന്നത്. അമേരിക്കയിൽ നിന്ന് ഭർത്താവിനോടൊപ്പം നാട്ടിലെത്തിയ ഷെറിൻ ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു. ഭർത്താവിന് മാനസിക വെല്ലുവിളികൾ ഉണ്ടായിരുന്നതിനാൽ അവൾ ഓർക്കുട്ട് എന്ന സോഷ്യൽ മീഡിയയിലൂടെ പുറം ലോകവുമായി ബന്ധം സ്ഥാപിച്ചു. ഈ ബന്ധങ്ങൾ അതിരുവിട്ടതോടെ അവളെ മകളെപ്പോലെ സ്നേഹിച്ചിരുന്ന കാരണവർ അത് ചോദ്യം ചെയ്യുകയും പണം നൽകുന്നത് നിയന്ത്രിക്കുകയും ചെയ്തു. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വത്തുമായി ബന്ധപ്പെട്ടായിരുന്നു. തുടക്കത്തിൽ തന്റെ സ്വത്തിന്റെ വലിയൊരു ഭാഗം ഷെറിന്റെ നൽകുന്ന രീതിയിൽ കാരണവർ ഒരു വിൽപത്രം തയ്യാറാക്കിയിരുന്നു. എന്നാൽ അവളുടെ വഴിവിട്ട ജീവിതം കണ്ടതോടെ അദ്ദേഹം ആ വിൽപത്രം രഹസ്യമായി മാറ്റിയെഴുതി ഷെറിനെ സ്വത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി. ഈ പുതിയ വിൽപത്രത്തെക്കുറിച്ച് ഷെറിൻ എങ്ങനെയോ മനസ്സിലാക്കി. അതോടെ തന്നെ ചതിച്ച കാരണവരെ ഇല്ലാതാക്കാൻ അവൾ തീരുമാനിച്ചു. തന്റെ ഓർക്കുട്ടു സുഹൃത്തായ ബാസിത് അലിയുടെയും മറ്റു 2 സുഹൃത്തുക്കളുടെയും സഹായത്തോടെയാണ് അവൾ ആ ക്രൂരകൃത്യം നടത്തിയത്. കൊലപാതകം നടന്ന രാത്രി അവൾ അടുക്കളവാതിൽ കൊലയാളികൾക്കായി തുറന്നിട്ടു കൊടുത്തു. വീട്ടിലെ പട്ടികൾക്ക് ഡ്രൈവറെ കൊണ്ട് ഉറക്കഗുളിക വാങ്ങിച്ചു നൽകി അവയെ മയക്കി. പിന്നീട് ഷെറിനും കാമുകനും സുഹൃത്തുക്കളും ചേർന്ന് ക്ലോറോഫോം മണപ്പിച്ച് മയക്കിയ ശേഷം തോർത്തുപയോഗിച്ച് കാരണവരെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തി. കൊലപാതകത്തിന് ശേഷം അതൊരു മോഷണമാക്കി തീർക്കാൻ ലാപ്ടോപ്പും മൊബൈലും പണവും മാലയും മോഷ്ടിച്ചു. പോലീസ് നായയെ വഴിതെറ്റിക്കാൻ മുറിയിലാകെ മുളകുപൊടി വിതറി. അതിനുശേഷം കൊലയാളി സംഘം അതേ അടുക്കളവാതിലൂടെ പുറത്തുപോയി. അവർ പോയതെന്ന് ഉറപ്പായപ്പോൾ ഷെറിൻ അകത്തുനിന്ന് ആ വാതിൽ കുറ്റിയിട്ടു. ഇതോടെ പുറത്തുനിന്ന് ആർക്കും അകത്ത് കടക്കാൻ കഴിയില്ലെന്ന പ്രതീതി സൃഷ്ടിക്കപ്പെട്ടു. എന്നാൽ ഷെറിൻ മറന്നുപോയൊരു കാര്യമുണ്ടായിരുന്നു: അവളുടെ മൊബൈൽ ഫോൺ. കൊലപാതകം നടന്ന രാത്രി മുഴുവൻ താൻ സുഖമായി ഉറങ്ങുകയായിരുന്നു എന്ന മൊഴി നൽകിയ ഷെറിൻ കാമുകനുമായി പലതവണ ഫോണിൽ സംസാരിച്ചതിന്റെ രേഖകൾ പോലീസിന് ലഭിച്ചു. ഈ കോൾ റെക്കോർഡുകളാണ് ഷെറിനെയും കൂട്ടാളികളെയും കുടുക്കിയത്. വിചാരണയ്ക്കൊടുവിൽ കോടതി ഷെറിന് 3 ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. കൂട്ടുപ്രതികൾക്കും ജീവപര്യന്തം ലഭിച്ചു. മകളെപ്പോലെ സ്നേഹിച്ച അമ്മായിയച്ഛനെ സ്വത്തിനു വേണ്ടി അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു മരുമകളുടെ കഥയായി ഭാസ്കര കാരണവർ കേസ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇടം പിടിച്ചു.